യുവരാഷ്ട്രീയ നേതാവിനെതിരെ വീണ്ടും ഗുരുതര വെളിപ്പെടുത്തലുമായി നടിയും മോഡലുമായ റിനി ആൻ ജോർജ്. കഴിഞ്ഞ ദിവസം ജനപ്രതിനിധി കൂടിയായ യുവനേതാവ് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയും ചെയ്തതായി റിനി വെളിപ്പെടുത്തിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഇയാളെക്കുറിച്ച് ആരോപണങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് തുറന്നു പറയാൻ തീരുമാനിച്ചതെന്നും റിനി പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലാണോ യുവനേതാവ് എന്ന ചോദ്യത്തിന് നോ കമന്റ്സ് എന്നായിരുന്നു മറുപടി. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി റിനി ഇന്ന് രാവിലെയും മാധ്യമങ്ങളെ അറിയിച്ചു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് റിനി ഇന്ന് രാവിലെയും മാധ്യമങ്ങളോട് പ്രതികരിച്ചതൊപ്പം ഈ വെളിപ്പെടുത്തലിന്റെ പേരിൽ തനിക്ക് സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നും അവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? KP പറഞ്ഞതുപോലെ തന്നെ റിനി അവരുടെ ആരോപണങ്ങളിൽ ശക്തമായി തന്നെ ഉറച്ചു നിൽക്കുന്നു. അതായത് ഒരടി പോലും പിന്നോട്ടില്ല. താൻ പറഞ്ഞ കാര്യങ്ങളിൽ സത്യസന്ധമായ കാര്യങ്ങളാണ്, അതിൽ അടിസ്ഥാനരഹിതമായത് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ തനിക്കതിൽ ഉറച്ചു നിൽക്കുന്നതിന് യാതൊരു ധൈര്യക്കുറവുമില്ല എന്ന് തന്നെയാണ് റിനി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തത്. മാത്രമല്ല, ഇതിനിടയിൽ തനിക്ക് നേരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ പ്രതികരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, താൻ ഈ കാര്യങ്ങൾ യുവ നേതാവിനെതിരെ അയാളിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെ കുറിച്ച് അശ്ലീല സന്ദേശങ്ങൾ അയച്ചത്, ഹോട്ടലിലേക്ക് ക്ഷണിച്ച അടക്കമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിന് പിന്നാലെ ചില സൈബർ കേന്ദ്രങ്ങൾ അയാളുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു യുവ നേതാവുമായി ബന്ധപ്പെട്ടുള്ള സൈബർ കേന്ദ്രങ്ങൾ തുടർച്ചയായി തന്നെ അവഹേളിക്കാനും അപമാനിക്കാനും തനിക്കെതിരായ സൈബർ ആക്രമണത്തിന് തുനിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും താൻ പിന്മാറില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് റിനി ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിയതെന്ന് പറയുന്നത്, മറ്റു ചില പെൺകുട്ടികൾക്ക് കൂടി ഇതുപോലുള്ള അനുഭവം ഈ യുവ നേതാവിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിൽ ചിലരെയെങ്കിലും ചൂഷണം ചെയ്യാനും അയാൾ ശ്രമിച്ചിട്ടുണ്ട്, ചൂഷണം ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് പലരും പരാതിയുമായി രംഗത്ത് വരാത്തത് എന്ന കാര്യമാണ് റിനി പറഞ്ഞിരിക്കുന്നത്. കാരണം ചിലർക്ക് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അയക്കുകയും കെണിയിൽ വീഴ്ത്താനുള്ള ശ്രമങ്ങളും ചൂഷണത്തിന് ഇരയാക്കാനുള്ള നീക്കങ്ങളും എല്ലാമാണ് നടത്തിയത് എങ്കിൽ ചിലരെ ചൂഷണം ചെയ്തിട്ട് കൂടിയുണ്ട് എന്ന അതിഗൗരവമായ കാര്യം കൂടിയാണ് റിനി വെളിപ്പെടുത്തിയിരിക്കുന്നത്. തന്നോട് പല പെൺകുട്ടികളും ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം പരാതി നേരിട്ട് പറയുന്നതിനോ പരസ്യമായി പറയുന്നതിനോ പരിമിതികളുണ്ട്. കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, അവിടെ നിന്നുണ്ടാകുന്ന സമ്മർദ്ദം, സമൂഹം എങ്ങനെ കാണുമെന്നതടക്കം. കാരണം മുൻ അനുഭവങ്ങൾ, പലപ്പോഴും ഇത്തരം അനുഭവങ്ങൾ പെൺകുട്ടികൾ വിളിച്ചു പറയുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമൂഹത്തിന്റെ രീതിയും രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ രീതിയും പോലീസിന്റെ രീതിയും എല്ലാം തന്നെയാണ് ഈ മനസ്സ് മണിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പലരും കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകാത്തത്. നിരവധി ആളുകൾക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം റിനി കൃത്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു, ആവശ്യമെങ്കിൽ ആ പരാതി നൽകും, അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്ന കാര്യം തന്നെ റിനി വ്യക്തമാക്കിയിട്ടുമുണ്ട്. അത് ആലോചിച്ച ശേഷമായിരിക്കും ഈ ഒരു പരാതി നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. സൈബർ കേന്ദ്രങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ചില CPM നേതാക്കൾക്കൊപ്പമുള്ള തന്റെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കമാണ്. തനിക്ക് എല്ലാ രാഷ്ട്രീയ സംഘടനകളിലും സൗഹൃദങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. മറിച്ച് മറ്റൊരു സ്ത്രീക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകരുത് എന്ന് കരുതി തന്നെയാണ് കാര്യങ്ങൾ തുറന്നു പറയാൻ താൻ തയ്യാറാകുന്നത് എന്ന കാര്യം റിനി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ യുവ നേതാവ് കൃത്യമായി തന്നെ തെളിവുകൾ അടക്കം, അല്ലെങ്കിൽ ആരോപണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പരാതിക്കാരി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും വലിയ ഒരു നടപടിയിലേക്ക് തന്നെയാണ് അത് രാഷ്ട്രീയ തലത്തിലും പാർട്ടി തലത്തിലും ഒപ്പം തന്നെ നിയമവൃത്തങ്ങളിലും എല്ലാം തന്നെ അടിസ്ഥാനമാക്കിയുള്ള വലിയൊരു നടപടികളിലേക്ക് തന്നെയാണ് കടക്കേണ്ടി വരിക. റിനി പരാതി നൽകുകയാണെങ്കിൽ തുടർ നിയമ നീക്കങ്ങളിലേക്ക് കൂടിയുള്ള ഒരു ഘട്ടമായി അത് മാറുകയും ചെയ്യും. കാരണം കൃത്യമായ ഒരു പരാതിയാണ് നൽകിയിരിക്കുന്നത്. 3 വർഷം മുമ്പ് അടക്കം തനിക്ക് ഈ ഒരു മോശം അനുഭവം ഉണ്ടായിരുന്നു. മാത്രമല്ല, അത് ചോദിക്കുമ്പോൾ ഹൂ കേഴ്സ് എന്നൊരു മറുപടിയാണ് പലപ്പോഴും ഈ ആളിൽ നിന്ന് ഉണ്ടാകുന്നത്, താൻ ആരോപണം ഉന്നയിച്ച ആളിൽ നിന്ന് ഉണ്ടാകുന്നത്. എങ്ങനെ ഒരു യുവ നേതാവിന് ഇങ്ങനെയെല്ലാം സംസാരിക്കാൻ പറ്റുന്നു, ഇത്ര മോശമായ രീതിയിൽ സന്ദേശങ്ങൾ അയക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് മറ്റു പല ആളുകളും അത്തരത്തിൽ നടത്തിയിട്ടുള്ള അത്ര മോശം പരാമർശങ്ങൾ നടത്തിയ ആളുകളെല്ലാം ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടല്ലേ ഉള്ളൂ എന്ന് ആശ്വസിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ താൻ അത്ര കൂളായിട്ടാണ് ഈ കാര്യങ്ങളെ കാണുന്നത് എന്ന് ഒരു മറുപടി കൂടിയാണ് യുവ നേതാവ് നൽകിയിരിക്കുന്നത്. പിന്നെ എങ്ങനെ നീതി കിട്ടും, എങ്ങനെ താൻ നീതിക്ക് വേണ്ടി പരാതി നൽകിയിട്ട് എന്താണ് കാര്യം, അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്നുകൂടി റിനി പറയുകയും ചെയ്തിട്ടുണ്ട്. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായാണ് നടി റിനി ആൻ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.